അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് 6ാം ക്ലാസ്സിലെ ഫിഖ് ബുക്കിലെ 2ാം പാഠം തുടങ്ങാം. അപ്പോൾ നമ്മൾ 1ാം പാഠത്തിൽ എന്താണ് പഠിച്ചത്? നിസ്കാരത്തെ കുറിച്ച് പഠിച്ചില്ലേ? നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് ഇത്, നിസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റുഖസ്. റുഖസ് എന്താ? ഇളവുകൾ, ആനുകൂല്യങ്ങൾ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. പാഠം 2, റുഖസു. പരിശുദ്ധ ഇസ്ലാം നമുക്ക് പല ആനുകൂല്യങ്ങളിലും നൽകിയിട്ടുണ്ട്. അവ ഏതാണെന്ന് അറിയാമോ? ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ ആനുകൂല്യങ്ങളും ഇളവുകളും ഒക്കെ നൽകിയിട്ടുണ്ട്. അവ ഏതാണെന്ന് അറിയാമോ? നമുക്ക് നോക്കാം. ഖുഫിന്റെ മേൽ തടവൽ, തയമ്മും ചെയ്യൽ, ഖസ്റും ജമമാക്കി നിസ്കരിക്കൽ മുതലായവ അതിൽപ്പെട്ടതാണ്. എന്താണ് ഖുഫിന്റെ മേൽ തടവലും പിന്നെ തയമ്മും ചെയ്യലും ഖസ്റും ജമമാക്കി നിസ്കരിക്കലും ഒക്കെ എന്താണ്? റുഖസുകളിൽ പെട്ടതാണ്. റുഖസ് പറഞ്ഞാൽ ആനുകൂല്യങ്ങൾ അല്ലെ. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് അൽ മസ്ഹു അലാ ഖുഫൈനി. നമുക്ക് ഖുഫ് എന്താണെന്നറിയോ? ഇല്ലല്ലേ, നമ്മൾ ഖുഫ് കേട്ടിട്ടില്ല. അപ്പോ എങ്ങനെയാണ് ഖുഫ് വൃത്തിയാക്കുന്നത് നമുക്ക് നോക്കാം. കാൽപാദം, ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഖുഫ്. എന്താണ്? കാൽപാദം മറിയണം, പിന്നെ ഞെരിയാണി മറിയണം. കാൽപാദം, ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണത് ഖുഫ്. എല്ലാ സമയത്തും അത് ധരിക്കലായിരുന്നു അറബികളുടെ പതിവ്. എല്ലാ നേരത്തും അറബികൾ എന്ത് ചെയ്യും? ഈ ഖുഫ് ധരിക്കുമായിരുന്നു. വുളൂഇൽ കാൽ കഴുകുന്നതിന് പകരം അതിന്മേൽ തടവിയാൽ മതി എന്നത് ഇസ്ലാം നൽകിയ ഒരു ഇളവാകുന്നു. എന്താണ് ഇസ്ലാം നൽകിയ ഇളവാണെന്ത്? അതിങ്ങനെ അയച്ച് ഊതെടുക്കണേക്കാൾ നല്ലത് എന്താണ്? അതിന്മേൽ തടവിയാൽ മതി. പിന്നെയോ കുളിയിൽ അത് അഴിച്ച് കഴുകുക തന്നെ വേണം. കുളിയിൽ എന്ത് ചെയ്യണം? കുളിക്കുമ്പോൾ അത് അഴിച്ചിട്ട് തന്നെ കുളിക്കണം, അല്ലാതെ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കുളിക്കാൻ പാടില്ല. കാൽ ഉൾപ്പെടെ കഴുകി വുളു ചെയ്ത് ഖുഫ് ധരിച്ചാൽ യാത്രക്കാരന്റെ 3 ദിവസവും അല്ലാത്തവൻ. കാൽ ഉൾപ്പെടെ കഴുകി വുളു ചെയ്ത് ഖുഫ് ധരിച്ചാൽ എന്താണ്? വുളു ചെയ്തിട്ടാണല്ലോ നമ്മൾ ഖുഫ് ധരിക്കുന്നത്. അതങ്ങനെ ധരിച്ചാല് യാത്രക്കാരന് 3 ദിവസവും അല്ലാത്തവർക്ക് 1 ദിവസവും ആകുന്നു ഈ ആനുകൂല്യം. എന്താണ്? ഈ ഖുഫ് ഇട്ടിട്ട് വുളു എടുക്കാൻ പറ്റും. യാത്രക്കാരനാണെങ്കിൽ 3 ദിവസം, അല്ലാത്തവനാണെങ്കിൽ എന്ത് ചെയ്യണം? 1 ദിവസം മാത്രമേ പറ്റൂ. പിന്നെയോ ഖുഫ് ധരിച്ച് അശുദ്ധി ഉണ്ടായത് മുതലാകുന്നു ഈ സമയപരിധി. അപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട്. എന്താണ് ആ ലിമിറ്റ്? എപ്പോഴാണോ നിങ്ങൾ ആ ഷൂ ഇട്ടതിന് ശേഷം, ആ ഖുഫ് ഇട്ടതിന് ശേഷം എന്ത് അശുദ്ധി ഉണ്ടാകുന്നത്, അതുവരെയുള്ളൂ ലിമിറ്റ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഖുഫ് ധരിക്കാൻ പറ്റില്ല. അത് പിന്നെ വുളു എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? ഖുഫ് ധരിക്കണം. സമയം കഴിഞ്ഞാൽ ഖുഫ് അഴിച്ച് കാല് കഴുകണം. എന്താണ്? സമയം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഖുഫ് അഴിച്ചിട്ട് കാല് കഴുകണം. ഖുഫിന് മേൽ തടവൽ അനുവദനീയമാകാൻ 5 ഷർത്തുകളുണ്ട്. അപ്പൊ എന്താണ്? ഖുഫ് മേൽ തടവൽ എന്താണ് അനുവദിക്കാൻ കുറച്ച് ഷർത്തുകളുണ്ട്. എത്രയാണ്? 5. നമുക്ക് നോക്കാം. 1, ഖുഫ് ശുദ്ധിയുള്ളതായിരിക്കും. എന്താണ്? ഖുഫിന്മേൽ ആരും മൂത്രയിക്കരുത്. പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? മൃഗങ്ങളോ അല്ലെങ്കിൽ നജസ് ഒന്നും ഉണ്ടാവരുത് ഖുഫിന്റെ മേല്. അതെന്ത് ചെയ്യണം? ശുദ്ധിയാവണം. 2, ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കൽ. എന്താണ്? ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കൽ. ബൂട്ട്സ് ഒക്കെ എന്താണ് ഖുഫിന്റെ ഒക്കെ പോലെ തന്നെയാണ്, പക്ഷെ അറബികൾ ഇടുന്നത് ഒരു വേറെ ടൈപ്പാണ്. 3, ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കൽ. എന്താണ്? നമ്മള് മേലെ തടവുമ്പോ എന്താ ചെയ്യരുത്? വെള്ളം ഉള്ളിലേക്ക് കയറരുത്. ഇങ്ങനെ സോക്സ് ഒക്കെ ഇട്ടാല് നമ്മൾ സോക്സ് ഇട്ട് ഊതെടുത്ത് എങ്ങനെ ഉണ്ടാവും? വെള്ളം കയറും. അപ്പൊ അത് ഖുഫാണോ? എന്താണ്? ഉള്ളിലേക്ക് വെള്ളം കടക്കരുത്. ഇപ്പോൾ നമ്മൾ വുളു എടുക്കുമ്പോൾ എന്തായത്? ആ വെള്ളം, ആ വുളു എടുക്കുന്ന ആ ഒരു വെള്ളം ഖുഫിന്റെ ഉള്ളിലേക്ക് കയറരുത്. ഇപ്പോൾ നമ്മളെ സോക്സ് ഖുഫ് പോലെയാണല്ലോ, അത് ഞെരിയാണി കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഖുഫല്ല. കാരണം എന്താ? കാരണം നമ്മൾ അതിന്റെ വുളു എടുത്താൽ എന്ത് പറ്റും? അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറും അല്ലേ? കാരണം എന്താണ്? ഒരു തുണി പോലത്തെ ഒരു സാധനമാണ്
പറ്റില്ല, സോക്സ് പോലത്തതിന്റെ മേൽ ഹുഫായിട്ട് തടവാൻ പറ്റില്ല. പിന്നെയോ 4 ഹുഫ് ധരിച്ച് നടക്കാൻ കഴിയുന്നതായിരിക്കും. എന്താണ്? ഹുഫ് ധരിച്ചിട്ട് എവിടെ നടക്കാൻ പറ്റണം, അല്ലാതെ ചിലയിടത്ത് നടക്കാൻ പറ്റും ചിലയിടത്ത് നടക്കാൻ പറ്റില്ല, അങ്ങനെ ആവരുത്. പിന്നെ 5 പൂർണ്ണമായ വുളു ചെയ്ത ശേഷം ധരിച്ചതായിരിക്കും. എന്താണ്? നല്ല കറക്റ്റ് ആയിട്ട് പൂർണ്ണമായ രീതിയിൽ വുളു ചെയ്തതിന് ശേഷമാണിത് അത് ധരിക്കേണ്ടത്. എന്ത് ധരിക്കുക? അടുത്ത പേജ് മറിക്കൂ. ഹുഫിന്റെ മേൽഭാഗം അല്പം തടവലാണ് നിർബന്ധം. എന്താണ്? ഹുഫിന്റെ മേൽഭാഗം അല്പം തടവലാണെന്ത്? നിർബന്ധം, വാജിബ്. പിന്നെയോ മേൽഭാഗവും അടിഭാഗവും വരവരയായി തടവൽ സുന്നത്താണ്. എന്താണ്? മേൽഭാഗവും അടിഭാഗവും വരവരയായി തടവൽ സുന്നത്താണ്, നല്ലതാണ് അല്ലേ? പിന്നെയോ ഇടത് കൈ മടമിന്റെ താഴെയും വലത് കൈ വിരലുകളുടെ മുതുകിലും വിരലുകൾ വിടർത്തി വെച്ച് വലത് കൈ തണ്ടൻകാൽ വരെയും ഇടത് കൈ കാൽ വിരലുകളുടെ തല വരെയും വരവരയായി നടത്തലാണ് അതിന്റെ രൂപം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്? അതിന്റെ രൂപം എന്താണ്? എങ്ങനെയാണ്? ഇടത് കൈ മടമ്പിന്റെ താഴെയും വലത് കൈ വിരലുകളുടെ മുതുകിലും വിരലുകൾ വിടർത്തി വെച്ച് വലത് കൈ തണ്ടൻകാൽ വരെയും ഇടത് കൈ കാൽ വിരലുകളുടെ തല വരെയും വരവരയായി നടത്തലാണ് അതിന്റെ രൂപം. എങ്ങനെ? ഇങ്ങനെ അല്ലേ? 2 കൈയേച്ചും നമ്മൾ എന്ത് ചെയ്യണം? തടവണം. പിന്നെയോ ഒരു ഹദീസാണ്. എന്താണ്? ഇന്ന നബി റഖസ ലിൽ മുസാഫിരി 3 അയ്യാമ വലിയാലിഹുന്ന വലിൽമുഖീമി യൗമൻ വലൈലതൻ ഇദാ തطهر فلبس خفين أن يمسح عليهما. എന്താണ്? തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യാത്രക്കാരന് 3 ദിവസവും അല്ലാത്തവർക്ക് 1 ദിവസവും ഹുഫ് ധരിക്കൽ എന്താണ്? ഉത്തമമാണ്. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കിയാലോ? തദ്രീബാത്ത് 1 വ്യക്തമാക്കാം. 1 ഇസ്ലാം നൽകിയ 3 ആനുകൂല്യങ്ങൾ. ഹുഫിന്റെ മേൽ തടവൽ, തയമ്മും ചെയ്യൽ, ഖസ്റും ജമ്മുമാക്കി നിസ്കരിക്കൽ. 2 ഹുഫിന്റെ മേൽ തടവുന്ന രൂപം. ഇടത് കൈ മടമിന്റെ താഴെയും വലത് കൈ വിരലുകളുടെ മുതുകിലും വിരലുകൾ വിടർത്തി വെച്ച് വലത് കൈ തണ്ടൻകാൽ വരെയും ഇടത് കൈ കാൽ വിരലുകളുടെ തല വരെയും വരവരയായി നടത്തലാണ് അതിന്റെ രൂപം. 2 ഉത്തരം പറയാം. 1 ഹുഫ് എന്നാൽ എന്ത്? ഉത്തരം കാൽപാദം, ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഹുഫ്. 2 കുളിയിൽ ഹുഫിന്റെ മേൽ തടവിയാൽ മതിയാകുമോ? ഇല്ല. അപ്പോൾ നമ്മൾ അത് ഊരിയിട്ട് തന്നെ കുളിക്കണം. 3 മുസാഫിരിന് എത്ര ദിവസം തടവാം? 3 ദിവസം. 4 1 ദിവസം തടവാം. ആർക്ക്? യാത്രക്കാരന് അല്ലാത്തവന്. 3 എഴുതാം. ഹുഫിന്റെ മേൽ തടവൽ ജായിസാകാനുള്ള ഷർത്തുകൾ. 1 ഹുഫ് ശുദ്ധിയുള്ളതായിരിക്കൽ. 2 ഞെരിയാണി ഉൾപ്പെടെ മറിയുന്നതായിരിക്കൽ. 3 ഉള്ളിലേക്ക് വെള്ളം കയറാത്തതായിരിക്കൽ. 4 ഹുഫ് ധരിച്ച് നടക്കാൻ കഴിയുന്നതായിരിക്കൽ. 5 പൂർണ്ണമായ വുളൂ ചെയ്ത ശേഷം ധരിച്ചതായിരിക്കൽ. 4 പൂരിപ്പിക്കാം. ഇന്ന നബിയു ഡാഷ് അലൈഹിമ. ഇന്ന നബിയു റഖസ ലിൽ മുസാഫിരി 3 അയ്യാമ വലയാലിഹുന്ന വലിൽമുഖീമി യൗമൻ വലൈലതൻ ഇദാ തطهر فلبس خفين أن يمسح عليهما. 5 ഒറ്റ പദങ്ങൾ വൃത്തിയായി എഴുതാം. ഖുഫ്, മസ്ഹ്, പിന്നെയോ ഇടത് മടമ്പ്, പിന്നെയോ തയമ്മും, ഞെരിയാണി. ഇത് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും 6 വാക്കുകൾ എടുത്ത് എഴുതാം. ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലിയാലോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.